ഇന്ന് ഒരു സാധാരണ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടക്കറി വെക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, സവോള, ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ആദ്യം ഇഞ്ചിയാണ് ഇട്ടത്. പിന്നീട് നമുക്ക് കറിവേപ്പില, പച്ചമുളക്, സവോള ഇതെല്ലാം നമുക്ക് അതിലേക്ക് ചേർക്കാം. സവോളയൊക്കെ വഴന്ന് ഒരു ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പൊടികളെല്ലാം നന്നായി ഇളക്കി മൊരിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. അതിന് പകരം തക്കാളി ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കണം. ഞാൻ ആ തേങ്ങ എടുത്ത് വെച്ച പാത്രം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തത്. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി ആ അരപ്പ് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട മുറിക്കാതെയോ അല്ലെങ്കിൽ മുറിച്ച് ഈ ഒരു രീതിയിലോ നമുക്ക് ചേർത്തെടുക്കാം. ഇനി ആ മസാല കുറച്ച് വേണമെങ്കിലും മുട്ടയുടെ മുകളിലേക്കും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. താങ്ക് യു.